ഹലോ, വെൽക്കം ടു തലേദിവസം ആൻഡ് പിറ്റേ ദിവസം ബർത്ത്ഡേ വ്ളോഗ് ഓഫ് മൈ കിട്ടിയോൻ. ഇത്തവണത്തെ ബർത്ത്ഡേക്ക് എന്ത് ചെയ്യും എന്ന് തലവകഞ്ഞ് ആലോചിച്ച് അവസാനം ഞാനൊരു ഐഡിയ കണ്ടെത്തി. തലേദിവസം ബർത്ത്ഡേ അന്ന് രാത്രി 12 മണിക്ക് ഒരു മന്തി ഉണ്ടാക്കി കൊടുക്കാൻ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ആക്ച്വലി എൻ്റെ കെട്ടിയോൻ ഈ കേക്ക് ഒന്നും കണ്ട അത്രയ്ക്ക് സന്തോഷം വരത്തില്ല, മന്തി കണ്ടാലേ സന്തോഷം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാനൊരു മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ യൂട്യൂബിൻ്റെ റെസിപ്പിക്ക് അടിച്ചു മാറ്റി ഞാനൊരു മന്തി ഉണ്ടാക്കിയേ. പിന്നെ 12 മണി വരെ എങ്ങനെയും വീടിൻ്റെ പുറത്തിരുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് പാവം കൂട്ടുകാരെ ഞാൻ ചട്ടം കെട്ടി 12 മണിയാകുമ്പോഴേ വീട്ടിലോട്ട് വിടാവുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ മന്തിയൊക്കെ സെറ്റാക്കി. മന്തി അങ്ങനെ വെക്കാൻ എനിക്കൊരു സങ്കടം, അതുകൊണ്ട് ഞാൻ കുറച്ച് റോസ് ഫ്ലവേഴ്സൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് റോസ് ഫ്ലവേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മറ്റേ ലൈറ്റില്ലേ, ഈ ബാറ്ററിയിൽ കത്തുന്ന ലൈറ്റ്, ആ ലൈറ്റൊക്കെ വെച്ച്, അതൊക്കെ എനിക്ക് അപ്പം തോന്നിയ ഐഡിയ ആണ് കേട്ടോ, ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മന്തിയുടെ പ്ലേറ്റും ഒരു ഗിഫ്റ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ഈ ലൈറ്റ് കണ്ടോ, ഭിത്തിയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ കൊടുത്ത് ഒരു ടേബിളൊക്കെ ഇട്ട് അതിലേക്ക് ഒരു വൈറ്റ് ക്ലോത്ത് ഇട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് ബോക്സിലുള്ളത് ചെറിയൊരു കാർഡ് ഹോൾഡർ കം പേഴ്സ് ഉണ്ടല്ലോ, വാലറ്റ്, അതായിരുന്നു. ആളിതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. പിന്നെ ഞാൻ 2-3 റോസ് ഫ്ലവേഴ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ഒന്നും ഇടുന്നില്ല, ആൾക്കങ്ങനെ വീഡിയോ വിടുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റിട്ട് കേക്കിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇന്ന് ഒരുപാട് പരിപാടിയുള്ള ദിവസമാണ്. വൈകുന്നേരമാണ് നമ്മൾ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം. പിന്നെ ഇതെൻ്റെ പുതിയ ബീറ്ററാണ്, പുതിയ ബീറ്റർ ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ സന്തോഷമാണ്. കെട്ടിയോൻ തന്നെ മേടിച്ച് തന്നാണ്. അപ്പോൾ കെട്ടിയോൻ്റെ ബർത്ത്ഡേക്ക് തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലേവർ കേക്ക് ഏതാണെന്നറിയോ? പിസ്താഷ്യോ വെൽവെറ്റ് എന്ന് പറയണോ, പിസ്താഷ്യോ റെഡ് വെൽവെറ്റ് എന്ന് പറയണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലേവർ പരീക്ഷിക്കാൻ പോകുന്നത്. ഇങ്ങനൊരു ഫ്ലേവർ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു 1 kg പിസ്താഷ്യോയുടെ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 170 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, ഇതല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയിപ്പോൾ. എന്നിട്ട് അതൊന്ന് ഓവനിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ പാത്രങ്ങൾ മുഴുവൻ കഴുകിയെടുക്കണം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് പാത്രം കഴുകുക. ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാം, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞുള്ള പാത്രം കഴുകുണ്ടല്ലോ, അതാ സഹിക്കാൻ മേലാത്ത. അതും ഇതുപോലെ 2 സ്പഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഒരു തവണ സ്പഞ്ച് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും കൂടെ ചെയ്ത് എന്നിട്ട് ഫ്രോസ്റ്റിങ്ങും കഴിഞ്ഞിട്ട് വേണം കോട്ടയം പോകാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോട്ടയത്താണ് കേട്ടോ ഞാൻ റെൻ്റൽ ഐറ്റംസ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ബർത്ത്ഡേ ഡെക്കറിന് വേണ്ട ഐറ്റംസ് ഒക്കെ റെൻറ്റിന് എടുക്കുന്നത് കോട്ടയത്തൊരു ഷോപ്പിൽ നിന്നാണ്. അങ്ങനെ ഞാൻ നമ്മുടെ റെഡ് വെൽവെറ്റും കൂടെ സെറ്റാക്കി എടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ റെഡ് വെൽവെറ്റിൻ്റെ ലെയർ വെച്ചിട്ട് അതിൽ വൈറ്റ് ഗനാഷാണ് കൊടുക്കുന്നത്. പിസ്താഷ്യോയുടെ ലെയർ വെച്ചിട്ട് പിസ്താഷ്യോയുടെ ഗനാഷും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തീം വരുന്നത് ഒരു ഓഫ് വൈറ്റും ഒലിവുമാണ് പാർട്ടിയുടെ. ചുമ്മാ ഒരു തീം നമ്മൾ സെറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പം നമ്മളൊരു ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ കേക്കിന് കൊടുക്കുന്നത്. എന്നിട്ട് 2-3 ഫ്ലവേഴ്സ് കൂടെ വെച്ചിട്ട് ഒന്ന് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ഓടി ഞാനൊന്ന് കോട്ടയം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഐറ്റംസ് കളക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ 2-3 ബൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡെക്കോറിന് വേണ്ടിയിട്ട്. പിൻട്രസ്റ്റിന് ഞാൻ അടിച്ചു മാറ്റിയ ഡെക്കറേഷനാണ് കേട്ടോ. അതുപോലൊന്നും വന്നില്ലെങ്കിലും സംഗതി നമ്മൾ ചെയ്ത് വന്നപ്പോൾ നല്ല രസമായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ, കഴിക്കണമല്ലോ എന്തായാലും, അല്ല നമ്മൾ താഴെ പോവുമല്ലോ. അങ്ങനെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ മന്തിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. മയണൈസൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് മന്തി ഉച്ചയ്ക്ക് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുകയല്ല. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വരുന്നതുകൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് റൈസും ചിക്കനും അപ്പമായിരുന്നേ. സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് മാത്രം വീട്ടിലുണ്ടാക്കി, ബാക്കിയൊക്കെ മേടിക്കുമായിരുന്നു, കാരണം അതിനും കൂടെ സമയമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ചങ്ക്സ് ഒക്കെ വന്നു. കാരണം സത്യം പറഞ്ഞാൽ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇത്ര അടിപൊളിയായത് അവർ കാരണം മാത്രമാണ് കേട്ടോ. തുടക്കത്തിൽ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ട് ഇവരോടെല്ലാം പറയുന്നുണ്ടായിരുന്നു, കട്ടയ്ക്ക് ആ ഡിസൈൻ കാണിച്ചപ്പോഴേ ആ ഡെക്കറേഷനൊക്കെ നമുക്ക് ചെയ്യാൻ ചേച്ചി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്നത് ഇവർ രണ്ടുപേരും. കൂടെ നിന്നെങ്കിലും ബാക്കി ശരത്തേട്ടൻ ഈ സമയത്തൊക്കെ പുറത്ത് കൊണ്ടുപോയതെല്ലാം ബാക്കിയുള്ളവരാണ് കേട്ടോ. അവർക്കെല്ലാവർക്കും വലിയൊരു താങ്ക് യു പറയണം, അല്ലെങ്കിൽ ഞാൻ ഇത്ര അടിപൊളിയായിട്ടൊന്നും ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഐറ്റംസൊക്കെ റെൻറ്റിനെടുത്ത് കേട്ടോ, റെൻറ്റിനെല്ലാം എടുത്തിട്ട് ഐറ്റംസൊക്കെ നമ്മൾ 3 പേരുടെ സെറ്റ് ചെയ്തു. ബലൂണൊക്കെ ഒരു ബലൂൺ നമ്മൾ ചെയ്തത് നമുക്ക് ആർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സ്ട്രിപ്പ് മേടിക്കാൻ കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു. ആ സ്ട്രിപ്പിലൊക്കെ വെച്ച് നമ്മൾക്ക് അതൊക്കെ ആ ഒരു റെൻ്റൽ ഷോപ്പിൽ അവർ പറഞ്ഞു തന്നാണ്. ഈ ഒരു ലൈറ്റ് ബോർഡ് വെക്കാൻ നമ്മൾ കുറേ പാടുപെട്ടു കേട്ടോ. ഇവർ ചേർത്തേണ്ട ബ്രദറും അച്ഛനും ഒക്കെ വന്നുകൊണ്ടാണ് കേട്ടോ ആ ലൈറ്റ് ബോർഡ് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. കറക്റ്റ് സമയത്ത് അവർ വന്നത് ഭാഗ്യം. പിന്നെ നമ്മൾ കേക്കൊക്കെ കൊണ്ടുവച്ച് സെറ്റ് ചെയ്തു. പിന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു
ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ലൈറ്റ് കളർ ഡ്രസ്സ് ഇടണം, വൈറ്റോ ലൈറ്റ് പിങ്കോ, കാരണം എല്ലാവരും ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട് അടിപൊളിയല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല ചെയ്ത് വന്നപ്പോൾ, പക്ഷേ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നേ. പിന്നെ നമ്മൾ ശരത്തേണ്ണെ കാത്ത് നിപ്പായി, കണ്ടില്ല, നമ്മൾ മൂന്നുപേരും പിങ്ക് ഇടാമെന്നാണ് തീരുമാനിച്ചത്. ബാക്കി ശരത്തേണ്ണ ഞാൻ എങ്ങനെയൊക്കെയോ ഒലിവ് ഗ്രീൻ ഷർട്ട് ഇടിപ്പിച്ചു, ബാക്കി എല്ലാവരോടും ഞാൻ വൈറ്റ് അങ്ങനെയുള്ള ലൈറ്റ് കളേഴ്സ് ഇടണമെന്ന് പറഞ്ഞു. എല്ലാം ഒരു രസമായിരുന്നു. ഞാനൊരു ബൊക്കെയൊക്കെ പുറകെ പിടിച്ചിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുവാണ്. ആൾക്കറിയാം ഞാൻ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നറിയാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ആളൊരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ, പാവങ്ങൾ ശരത്തേണ്ണൻ കൊണ്ട് പോയിട്ട് വരുവാണ്. പിന്നെ അങ്ങനെ അവസാനം ശരത് കുമാർ കയറി വന്ന് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ആൾ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ നമ്മളിതൊക്കെ വിഷ് ചെയ്തു. പിന്നെ ഉണ്ടല്ലോ, എന്നെ പലരും കളിയാക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, കൊച്ചു കുട്ടികളുടെ ബർത്ത്ഡേ അല്ലേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറെന്നൊക്കെ പറഞ്ഞ്. എൻ്റെ ചുറ്റുമുള്ളവരുടെ ബർത്ത്ഡേയോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ ഒക്കെ വന്നാൽ അത് നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ സർപ്രൈസസ് കൊടുക്കുക, ഇതൊക്കെ നമ്മുടെയൊക്കെ ലൈഫ് ഭയങ്കര ഷോർട്ടല്ലേ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഹാപ്പിനെസ് ഒക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുക. അവരുടെ ഒരു സ്പെഷ്യൽ ഡേ അല്ലേ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പെഷ്യലാക്കിയാൽ അത് എന്നേക്കുള്ളൊരു മെമ്മറി ആയിരിക്കും. നമ്മുടെ ചെറിയ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാം ഹാപ്പി ആയിട്ട് തന്നെ പിരിഞ്ഞ് വീട്ടിലേക്ക് പോയി.